പെർഫെക്ഷനിസം. ഒരു കാര്യം മര്യാദയ്ക്ക് സൂപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയുന്ന സമയത്ത് മാത്രമേ ഞാൻ ആ പരിപാടിയിലേക്ക് ഇറങ്ങുള്ളൂ. ഈ ഒരൊറ്റ ചിന്താഗതിയാണ് നമ്മളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഈ ഒരു നിലയിൽ തന്നെ അങ്ങനെ നിന്ന് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ചിന്താഗതിയാണ്. ഒരേ സമയം ഈ ഒരു ചിന്താഗതി നല്ലതുമാണ് ചീത്തതുമാണ്. ഒരു കാര്യം നമ്മൾ നാളേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഇതിൻ്റെ ഒരു അനന്തരഫലമാണ്. പിന്നെ പരാജയപ്പെടുമോ, ആ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. മൂന്നാമത്തേത് നമ്മൾ തന്നെ ഒരു ലെവൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് ഇറങ്ങുള്ളൂ. ആ ലെവൽ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല. എങ്ങനെ നമുക്കത് മറികടക്കാം, എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാം, എങ്ങനെ നമുക്ക് ഉഗ്രൻ റിസൾട്ടുകൾ കൊണ്ടുവരാൻ പറ്റും നോക്കാം. ഇതിനാദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ റൂട്ട് കോഴ്സ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്, എന്തിനാണ് ഞാനിങ്ങനെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അലയുന്നത്, അത് നമ്മൾ കണ്ടുപിടിക്കണം. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുകയോ നമ്മുടെ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് പൊളിഞ്ഞു പോവുകയോ മറ്റുള്ളവർ അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ കമൻറ്റ് ചെയ്യും, എന്താണ് ഇതിൻ്റെ കാരണം, ഇതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ദ മൈൻഡ് സെറ്റാണ്. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് തെറ്റ് വരിക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമുക്കൊരു കുറ്റമോ കുറവോ പറയാൻ പറ്റില്ല. ഏതൊരു കുട്ടിയും നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് തവണ വീണിട്ട് തന്നെയാണ് നടക്കാൻ പഠിച്ചിട്ടുള്ളത്. സോ പരാജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് അത് പരാജയപ്പെട്ടു തോറ്റു എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. തോൽവിയാണെങ്കിലും ശരി, വീഴ്ചകളാണെങ്കിലും ശരി, ഇതൊക്കെ ഗ്രോത്തിന് വളമാണെന്നുള്ളത് മനസ്സിലാക്കണം. പരാജയപ്പെടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിജയത്തിൻ്റെ നിലനിൽപ്പ് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വളർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ് ഈ പറയുന്ന വീഴ്ച എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കൂടുതൽ പഠിക്കുക, കൂടുതൽ മികച്ചതാവുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ വളരുക, ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. അതായത് നമുക്ക് ആ ഗോൾസ് എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റണതായിരിക്കണം. അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അച്ചീവ് ചെയ്യാം എന്ന് പറയുന്നത് ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ചെറിയ ലക്ഷ്യങ്ങൾ, ഒരു മീഡിയം ലെവലിലുള്ള ലക്ഷ്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ, ഇതിനെ നമ്മളൊന്ന് വേർതിരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ എപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അല്ലാത്ത പക്ഷം അത് നമുക്കൊരു ഓവർലോഡായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെൽബീയിങ്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ, പ്രോപ്പറായിട്ടുള്ള വ്യായാമം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. യോഗ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു വെൽബീയിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ ഇത് ഓവറാവണ്ട. അതിന് നിങ്ങൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ തന്നെ കൂടുതൽ വിമർശിക്കുമ്പോഴാണല്ലോ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുന്നത്. 100% പെർഫെക്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം ചെയ്യൂ എന്ന് പറയാൻ കാരണം എന്താ? നമ്മളെ തന്നെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് കുറയ്ക്കണം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സീക്ക് സപ്പോർട്ട്. നിങ്ങളുടെ ഈ കഷ്ടപ്പാടിനെക്കുറിച്ച്, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാം, ഫാമിലി മെമ്പേഴ്സിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എവിടുന്നാണോ സപ്പോർട്ട് കിട്ടുന്നത് അവിടെ നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നിങ്ങൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് തരാൻ പറ്റും. ഇനി ഇതല്ല, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഒരു ഓവർ ലെവലിലേക്കുള്ളൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഏഴാമത്തെ കാര്യം പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നിങ്ങളുടെ ഇതേ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, അതായത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെയായിരിക്കും ആ വ്യക്തിയെ ഉപദേശിച്ച് നന്നാക്കാൻ പോകുന്നത്? അതേപോലെ തന്നെ നിങ്ങളോട് തന്നെ പറയേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട് ഉപദേശിക്കുക. നമ്മളെങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും. ചെറിയ വിജയങ്ങളാണെങ്കിൽ തന്നെ അത് നമ്മൾ ആഘോഷിക്കണം, നമ്മളത് ഒരു സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് വലിയ വിജയങ്ങൾ ആഘോഷിക്കാനും അത് നേടിയെടുക്കാനൊക്കെ ഉള്ളൊരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. നമ്മൾ അച്ചീവ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുന്നില്ല. നമ്മളെ തന്നെ കൊള്ളാം മോനെ എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. നമ്മളെ അഭിനന്ദിക്കണം.
നമ്മുടെ വിജയങ്ങൾ ചെറുതാണെങ്കിലും ശരി അത് നമ്മൾ ആഘോഷിക്കണം. 8 എന്ന് പറയുന്നത് ലിമിറ്റ് യുവർ കമ്പാരിസൺ. ഇവിടെ നിങ്ങളുടെ ആ ഒരു യാത്ര, നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണല്ലോ നിങ്ങൾ ഒന്നില്ലെങ്കിൽ മുകളിലാവും, അല്ലെങ്കിൽ നിങ്ങൾ താഴെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പമായിരിക്കും. ഈ ഒരു പ്രശ്നം വരുന്നത് കമ്പാരിസൺ നടത്തുമ്പോൾ മാത്രമാണല്ലോ. കമ്പാരിസൺ വേണ്ട, അവരവരുടെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. കാരണം അവരും നമ്മളും വ്യത്യസ്തരാണ്. അവരുടെ കഴിവല്ല നമുക്കുള്ളത്, നമ്മുടെ കഴിവ് അവർക്കും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള യൂണീക്കായിട്ടുള്ള കഴിവുകളുണ്ട്. അതുകൊണ്ട് കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു ആപ്പിളും ഒരു ഓറഞ്ചും വെച്ചുകൊണ്ട് ഇതിലേതാ മികച്ചത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. രണ്ടും രണ്ടാണ്. 2 ആപ്പിൾ എടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെന്ന് പറയാം. പക്ഷേ യുണീക്ക് അല്ലാത്ത കാര്യങ്ങളിൽ ഈ പറയുന്ന കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു മണ്ടത്തരാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഉപയോഗം കുറച്ചൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്ന് പറയുന്നത് ടൈം പാസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ആ പരിപാടി കുറയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന കമ്പാരിസൺ നമുക്ക് കുറയും. നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത് ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള പല കഥാപാത്രങ്ങളും പല വ്യക്തിത്വങ്ങളും സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചിട്ടായിരിക്കും. സോ ഇതൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന കമ്പാരിസൺ സ്വഭാവവും കുറയും. കാരണം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു അഡിക്ഷൻ നമുക്ക് കുറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യും, അത്രേ ഉള്ളൂ. 9 സെറ്റ് ബൗണ്ടറീസ്. പല കാര്യങ്ങളും നമ്മൾ നോ പറയാനായിട്ട് ശീലിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് യെസ് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചുമ്മാ പോയിട്ട് കമ്മിറ്റ് ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ട് എല്ലാ ഉള്ള കാര്യങ്ങളും എടുത്ത് നമ്മുടെ ഷോൾഡറിൽ വയ്ക്കും. അവസാനം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നടക്കേണ്ടി വരും, ഇത് തോളത്തും വെച്ചുകൊണ്ട്. എന്തിന്? അപ്പോൾ ഈ ഭാരം ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് തന്നെ ആവശ്യത്തിനുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെടുത്ത് നിങ്ങളുടെ ഷോൾഡറിൽ വെക്കരുത്. അതിനൊരു അതിർവരമ്പ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെലിക്കേറ്റ് ടാസ്ക്. അതായത് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, നമ്മൾ ചെയ്താലേ അത് പെർഫെക്റ്റ് ആകും എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മൾ മാറ്റണം. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് തുടങ്ങണം. നമ്മളെ പോലെ തന്നെ അവർക്കും, അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ച രീതിയിൽ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്പണം, വിശ്വസിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരിലേക്ക് ഈ നിങ്ങളുടെ വർക്കുകളെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസ് 80-20 റൂൾ. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന 20% ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് 80% കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ 80% നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 20% ആണെങ്കിൽ ആ പരിപാടി നമ്മൾ ഒഴിവാക്കണം. ആ വഴിക്ക് നമ്മൾ പോകരുത്. കാരണം നമുക്കത് യാതൊരു ഗുണവുമില്ല. സമയം നഷ്ടം, നമ്മുടെ എനർജി നഷ്ടം, നമ്മുടെ പണം നഷ്ടം. ഇത് മാത്രമാണ് അതിൻ്റെ റിസൾട്ട്. 20%-ൽ നിന്ന് 80% റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലൊഴിച്ച് നിങ്ങൾ ഈ ചുമ്മാ അവിടെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി നിന്നുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് പറയുകയാണ് നീ ഒന്ന് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഒന്ന് എയർപോർട്ടിലേക്ക് വരുന്നുണ്ടോ, നമ്മുടെ മറ്റേ ഫ്രണ്ട് വരുന്നുണ്ട് അവനെ കൂട്ടിക്കൊണ്ട് വരാം, ഒരു ഗുണമില്ലാത്ത ഒരു ഉപകാരമില്ലാത്തൊരു പരിപാടിക്ക് നമ്മൾ ചുമ്മാ ടൈം കളഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ചെയ്യരുത്. 20% കൊണ്ട് 80%, അതായത് 20% എഫർട്ട് ഇട്ട് 80% റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. 12 അക്സെപ്റ്റ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. പലപ്പോഴും ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ക്രിറ്റിസിസത്തിൽ നിന്നാണ്. നമ്മുടെയോ മറ്റുള്ളവരിൽ നിന്നോ. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുകയാണ്, നീ ചെയ്ത് ശരിയായില്ല, നന്നാക്കണം, ഇനി ഒരുപാട് നന്നാക്കാനുണ്ട്. അത് നല്ല രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമുക്ക് ഒരു വിമർശനം നൽകുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പേഴ്സണൽ അറ്റാക്കായിട്ട് എടുക്കാതെ അത് നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ വളർച്ചയ്ക്കുള്ളൊരു വളമായിട്ട് കാണാൻ നിങ്ങളുടെ മനസ്സിന് പറ്റണം. അതിനെ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. 13ാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റ് എ ടൈം ലിമിറ്റ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ചെയ്യാം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോകരുത്. ഇത്ര സമയം കൊണ്ട് ഞാനത് ചെയ്ത് തീർത്തിരിക്കും എന്ന് പറയുന്ന ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യണം. ഒരു മുതലാളി ഒരു തൊഴിലാളിക്ക് ഒരു ഡെഡ് ലൈൻ വെക്കുന്ന ആ ഒരു പരിപാടി നമ്മളോട് തന്നെ കാണിക്കണം. നമ്മൾ തന്നെയാണ് നമ്മുടെ മുതലാളി. അങ്ങനെ നമ്മൾ നമ്മുടെ ടൈം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ച് വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ചിന്തിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് 1 കോടി രൂപ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദിക്കണമെങ്കിൽ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി വരും. ചില ആൾക്കാർക്ക് 2 വർഷം, ചില ആൾക്കാർക്ക് 1 വർഷം,
ചില ആൾക്കാർക്ക് 5 വർഷം, ചില ആൾക്കാർക്ക് 10 വർഷം, ചില ആൾക്കാർക്ക് 20 വർഷം, ചില ആൾക്കാർക്ക് ജീവിതാവസാനം വരെ എത്തിയാലും ചിലപ്പോൾ എത്തും, ചിലപ്പോൾ എത്തില്ല. അപ്പോൾ സംഭവം എന്താണ്, ഈ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ടൈം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പലതിനെയും നോക്കി കാണുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഉദ്ദേശ സമയത്തിനകത്ത് നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അത് 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ട. 14ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ എഫേർട്ട് നോട്ട് ദ ഔട്ട്കം. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു, ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, അത് ജയിക്കാനും പരാജയപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ട് അല്ലേ. ഏത് ബിസിനസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ത് പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ശരി, ഒരു എക്സാമിന് പോവുകയാണെങ്കിലും ശരി, 2 ചാൻസ് ഉണ്ട്, ഒന്ന് വിജയിക്കാനും ഒന്ന് പരാജയപ്പെടാനും. പക്ഷേ നമ്മുടെ എഫേർട്ട് മാക്സിമം ഇടുകയാണെങ്കിൽ ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ആ ഒരു ജയത്തെ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമ്മുടെ ഔട്ട്കം അല്ല നമ്മുടെ ഉദ്ദേശം. മാക്സിമം എഫേർട്ട് ഇടുക. റിസൾട്ട് എന്താണ്? ഈ ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ടാണ് വരാൻ പോകുന്നത്. സോ ഇവിടെ എഫേർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രസക്തി ഇല്ലാത്ത സാധനമാണ്. എഫേർട്ട് ഇടാതെ നമ്മൾ കാത്തിരുന്നിട്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. സോ എഫേർട്ടിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 15 എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡെയിലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ പെർഫെക്ഷനിസം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു 100% പെർഫെക്റ്റ് അല്ലെങ്കിലും ചെയ്യാം എന്ന് പറയുന്നൊരു തോട്ട് ഉണ്ടാകുന്നത്. സോ അതിനുവേണ്ടി നമ്മളിടുന്ന എഫേർട്ടിന് നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കണം. എനിക്ക് മാറ്റമുണ്ട് കേട്ടോ, ഞാൻ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, എനിക്കപ്പോൾ ആ പഴയ പോലെ പെർഫെക്റ്റ് ആയിട്ടേ ഞാനൊരു പരിപാടി ചെയ്യൂ എന്ന് പറയുന്നൊരു ചിന്ത ഇല്ല കേട്ടോ, കൊള്ളാട്ടോ, എനിക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട് കേട്ടോ. നമ്മളോടെ തന്നെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു താങ്ക്ഫുൾ മൈൻഡ് സെറ്റ് നമുക്ക് നമ്മളോട് തന്നെ, നമ്മൾ കൊള്ളാം. 16 ഡെവലപ്പ് ന്യൂ സ്കിൽ. പുതിയ സ്കില്ലുകൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ചിന്തിക്കുന്നത്, സ്കൂൾ കോളേജ് അങ്ങനെയുള്ള പഠനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു പഠിക്കണം, നമ്മളെന്തിനു പുതിയ സ്കില്ലുകൾ അച്ചീവ് ചെയ്യണം. ഈ ഒരു തോട്ടൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായി. ഇന്ന് അറിവ്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വിരൽ തുമ്പിലാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പുതിയൊരു ശീലം അത് നമുക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത്തരം ഒരു ശീലം നമ്മൾ പരിശീലിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ ഭാഷ പഠിക്കണമെന്നുണ്ട്, അത് നിങ്ങൾക്കൊരു അത്യാവശ്യവുമായിട്ട് മാറുന്നുണ്ട്, പുതിയൊരു കാര്യമാണ്, പഠിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അറബിക്ക് ടൈപ്പ് ചെയ്യുന്നൊരു പരിപാടി ഇല്ലേ, ആ ഒരു പരിപാടി ഞാൻ എങ്ങനെയാണ് പഠിച്ചെടുത്തതെന്നുള്ളത് ഈ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അത് തെറ്റാവാൻ സാധ്യതയില്ല. എനിക്ക് അറബിക്ക് കൂട്ടി വായിക്കാൻ അറിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വായിക്കാൻ അറിയത്തില്ല, കാരണം തൊണ്ടയിൽ അത് വരത്തില്ല. പറയാൻ അറിയോ വെച്ചാൽ പറയാൻ അറിയത്തില്ല. അക്ഷരങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരാൾ എഴുതി തരികയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവം പഠിച്ചെടുത്തു. അക്ഷരങ്ങൾ കൂട്ടി എഴുതുമ്പോൾ എന്തായി മാറുന്നു, തനിച്ചിരിക്കുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ പോലും അറിയാതെ തന്നെ ഞാനത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. കാരണം എനിക്കിതിനകത്തൊരു ഗുരു ഉണ്ടായിട്ടുണ്ടായില്ല, തനിയെ പഠിച്ചെടുത്തതാണ് അറബിക്ക്. 17 യൂസ് വിഷ്വലൈസേഷൻ ടെക്നിക്. നമ്മുടെ മൈൻഡ് സെറ്റാണ് പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠയ്ക്കൊക്കെ, ആങ്സൈറ്റിക്കൊക്കെ പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ അത് ഏറെക്കുറെ ശരി തന്നെയാണ്. നമ്മുടെ ചിന്തകൾ ഒന്ന് മാറ്റുകയാണെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം, അതായത് നമ്മുടെ ഒരു ദിവസം നമ്മുടെ തലച്ചോറിൽ വരുന്നത് ഏകദേശം 40,000-45,000 തൊട്ട് മുകളിലോട്ട് 60,000-70,000 വരേക്ക് ചിന്തകളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഇതിനകത്തുള്ള ഒരു മെജോറിറ്റി ചിന്തകളും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഫ്യൂച്ചറും ഒക്കെ നെഗറ്റീവാകും. കാരണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എഫേർട്ടുകൾ ഇടും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കും. ഇല്ലെങ്കിലോ നിങ്ങളൊക്കെ നെഗറ്റീവായി ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കുന്നതൊക്കെ നെഗറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യണം, അല്ലാതെ ഇത് തനിയെ ഉണ്ടാക്കത്തില്ല നമ്മുടെ മനസ്സിൽ. ഈ വീഡിയോയിൽ ഞാനിത് പറയുന്നത് കേട്ടല്ലോ, ചെയ്തു നോക്കാം എന്ന് കരുതി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വിഷ്വലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ഒരു റിയൽ സിറ്റുവേഷനിൽ ഇതുപോലെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് ഹാൻഡിൽ ചെയ്യാൻ, ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. കാരണം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 18 ടേക്ക് ബ്രേക്സ്.
എന്ത് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിലും ശരി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി പല ആൾക്കാർക്കും ഉണ്ട്. പഠിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പരിപാടി വേണ്ട. കുറച്ചായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ എഫേർട്ട് ഇടുക. അതിനകത്ത് ഈ പറയുന്ന ബ്രേക്കുകൾ വേണം, ചെറിയ ഇടവേളകൾ വേണം. അത് നമ്മളെ കൂടുതൽ റിഫ്രഷ് ചെയ്യാനും കൂടുതൽ നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടും കൂടുതൽ എനർജറ്റിക് ആയിട്ടും ആ പരിപാടി ചെയ്യുന്നതിന് ഹെൽപ്ഫുള്ളായിരിക്കും. 19 റിഫ്ലക്റ്റ് ഓൺ യുവർ പ്രോഗ്രസ്. നമ്മൾ പരമാവധി റെഗുലറായിട്ട് നമ്മൾ ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, നമ്മുടെ പുരോഗതി എങ്ങനെയുണ്ട്, നമ്മൾ മാറുന്നുണ്ടോ, നമ്മളിപ്പോഴും ആ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണോ കുറ്റി അടിച്ചുകൊണ്ട്, അതല്ല നമ്മൾ ഒരുപാട് മാറി മുന്നോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. കുറഞ്ഞ പക്ഷം മന്ത്ലി എങ്കിലും, ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഗോൾസുകൾ നിങ്ങൾ അച്ചീവ് ചെയ്തോ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് നല്ലതാണ്. ഇതൊന്നും വേറൊരാളെ വന്ന് നമ്മുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അനലൈസ് ചെയ്യാം. ഈ ഒരു മാസം ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാക്കിയോ എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കില്ല. കാരണം ചിന്തിക്കാൻ നിങ്ങൾക്ക് തന്നെ പേടിയായിരിക്കും, കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോഴേ നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളെ പുഷ് ചെയ്യാൻ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ഓ എന്തിനിപ്പോൾ ആ ആൾ വന്ന് എന്നെ ഉപദേശിക്കുന്നത്, എന്നെ പുഷ് ചെയ്യുന്നത്, എനിക്ക് തന്നെ ഞാനങ്ങ് ചെയ്യുകയാണെങ്കിൽ അതല്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടം, അതുതന്നെയാണ്. പക്ഷെ അതങ്ങ് ചെയ്താൽ മതി. നമ്മളെ തന്നെ പുഷ് ചെയ്യുന്ന അത്രയും വരില്ലല്ലോ പുറമേ നിന്നുള്ള ആൾക്കാർ പുഷ് ചെയ്യണത്. കാരണം നമുക്ക് തന്നെയല്ലേ കൂടുതലറിയാം, മറ്റുള്ളവർക്കാണോ നമ്മളെ കൂടുതലറിയാം? ഒരിക്കലും അല്ല. നമ്മുടെ മനസ്സ് നമ്മൾക്കാണ് കൂടുതലറിയാം. സോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആൾ, അല്ലെങ്കിൽ നമ്മളെ പിന്നിൽ നിന്ന് പുഷ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആൾ നമ്മൾ തന്നെയാണ്. 20 സ്റ്റേ ഫ്ലെക്സിബിൾ. നമ്മൾ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഒരു ലക്ഷ്യത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യണം എഴുതി സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതയ്ക്കനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഇത് നേടിയടങ്ങുമെന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് ഒരു പക്ഷേ അതിനുള്ളൊരു പ്രാപ്തി ഉണ്ടാകണമെന്നില്ല, കഴിവുണ്ടാകണമെന്നില്ല, റിസോഴ്സസ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കാം, നമുക്ക് മാച്ച് ചെയ്യാത്ത ഒന്നായിരിക്കാം, മറ്റുള്ളവർക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് മാച്ച് ചെയ്യാത്ത ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കാവുന്ന ഗോൾ പോസ്റ്റുകളാക്കി മാറ്റാം. ചിലപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ധരിച്ചു വെച്ചതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരാറുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക. സോ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യൂ, ഞാൻ ഇങ്ങനെ പോകൂ എന്ന് പറയാൻ പാടില്ല. സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. സക്സസ് ഒരിക്കലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വഴിയിൽ കിട്ടുന്ന ഒരു പരിപാടിയല്ല. കല്ലും മുള്ളും നിറഞ്ഞതാണ് വിജയത്തിലേക്കുള്ള പാത എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ?